ചിന്തയ്ക്ക് വേണ്ടി രാത്രിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട വേദഭാഗം പഴയ നിയമ വേദപുസ്തകത്തിൽ ഉത്തമഗീതം 5-ാം അധ്യായം അതിന്റെ 9-10 വാക്യങ്ങൾ വായിച്ചിട്ട്. പഴയ നിയമ വേദപുസ്തകത്തിൽ ഉത്തമഗീതം 5-ാം അധ്യായം 9-10 വാക്യങ്ങൾ. ദൈവവചനം നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ശ്രദ്ധയോടെ നമുക്ക് ആയിരിക്കും. ആദി എന്ന് തുടങ്ങി ആമേൻ എന്ന് അവസാനിച്ചിരിക്കുന്ന ഈ പരിശുദ്ധ വേദപുസ്തകത്തിൽ സൗൽ രാജാവ് തുടങ്ങി സിദെക്കിയ വരെ 42 രാജാക്കന്മാർ ഇസ്രായേലിനെ ഭരിച്ചു. അതിൽ 3-ാമത്തെ രാജാവ് ദാവീദിന്റെ 10-ാമത്തെ മകനുമായ സോളമൻ അല്ലെങ്കിൽ സലോമൻ രാജാവ് രചിച്ചതായ ഒരു പുസ്തകത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന് രാത്രി വചനം പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഉത്തമഗീതം എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. മലയാളത്തിൽ ഇതിനെ ഉത്തമഗീതം എന്നും തമിഴിൽ ഉന്നത പാട്ട് എന്നും ഇംഗ്ലീഷിൽ സോങ് ഓഫ് സോങ്സ് പാട്ടുകളുടെ പാട്ട് എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. ഉത്തമഗീതം എന്ന് പറയുമ്പോൾ അത് ഒരു നോവലാണ്. വെറും നോവലല്ല, ഒരു സ്വർഗീയ നോവലാണ്. ഇതിന്റെ കഥാപാത്രങ്ങൾ ഒരു ഇടയനും ഒരു ഇടച്ചിപ്പെണ്ണുമാണ്. യഹൂദന്മാർ ആരാധനയിൽ ഈ ഉത്തമഗീതം പൊതുസഭയിൽ വായിക്കുവാനോ ജനങ്ങളെ പഠിപ്പിക്കുവാനോ പാടില്ലായിരുന്നു. ഉത്തമഗീതത്തിലെ ചില പദപ്രയോഗങ്ങൾ സലോമൻ രാജാവ് ഇടച്ചിപ്പെണ്ണിനെ വർണ്ണിച്ചിരിക്കുമ്പോൾ തന്റെ ശരീര ഘടനയടങ്ങിയ പല കാര്യങ്ങളും പച്ചമലയാളത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ടാണ് പൊതു ആരാധനകളിൽ പൊതുവെ ഉത്തമഗീതം വായിക്കാറില്ല. നമ്മുടെ ദക്ഷിണ കേരള കാലങ്ങളിൽ ഞായറാഴ്ച പഴയ നിയമം ലേഖനഭാഗം സുവിശേഷ ഭാഗം വായിക്കാറുണ്ടെങ്കിലും ഒരിടത്തും ഈ ഉത്തമഗീതം വായിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. കാരണം അതിലെ ചില പദപ്രയോഗങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് പൊതുസഭയിൽ വായിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ലജ്ജ തോന്നി എന്ന് വന്നേക്കും. പഴയ നിയമകാലത്ത് ഇത് വായിക്കുന്നില്ല എങ്കിലും പുതിയ നിയമകാലത്ത് രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ ആത്മീയമായി വായിച്ചാൽ മാത്രമേ ഉത്തമഗീതം മനസ്സിലാകൂ. സലോമൻ രാജാവ് 3000-ൽ പരം സദസ്യവാക്യങ്ങളും 1005 പാട്ടുകളും രചിച്ചിട്ടുള്ളത് വളരെ മനോഹരമായ ഒരു പാട്ടാണ് ഉത്തമഗീതം എന്ന് പറയുന്നത്. അതിന്റെ പശ്ചാത്തലങ്ങൾ അധികം സംസ്കാരമായി പറയാതെ അല്പമായി മാത്രം ആമുഖം പറഞ്ഞിട്ട് അതിലെ കേന്ദ്ര വിഷയമായിരിക്കുന്ന ഇടയ ചെറുക്കൻ നമ്മുടെ പ്രിയങ്കനായ യേശുനാഥനെയാണ് നമ്മുടെ ഇടയ ചെറുക്കനായി വർണ്ണിച്ചിരിക്കുന്നത്. ആ യേശുവിനെ കുറിച്ചാണ് ഈ രാത്രിയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. പ്രാർത്ഥനയോടെ നമുക്ക് ആയിരിക്കും. നമ്മൾ കുറിവാക്യമായി വായിച്ച ഉത്തമഗീതം 5-ന്റെ 9-10 വാക്യങ്ങൾ ഒന്നുകൂടെ വായിച്ചേ. നമുക്ക് ഈ വചനത്തിലേക്ക് കടന്നു വരാം. ജ്ഞാനികളിൽ ഏറ്റവും അഗ്രഗണ്യനായ സലോമൻ രാജാവിന് ശൂന്യം നഗരി എന്ന സ്ഥലത്ത് ഒരു മുന്തിരിത്തോട്ടവും ഒരു പൂന്തോട്ടവും. അതിനെ പരിപാലിക്കുന്നതിനും കാവൽ ചെയ്യുന്നതിന് വേണ്ടി 2 ഇടയന്മാരെ 2 ചെറുപ്പക്കാരെ അവിടെ നിയോഗിച്ചിട്ടുണ്ട്. ഇന്ന മാസം 3-ാം തീയതി സലോമൻ രാജാവ് ഈ മുന്തിരിത്തോട്ടവും പൂന്തോട്ടവും കാണാൻ വരുന്നു എന്ന് അറിഞ്ഞതുകൊണ്ട് പൂക്കൾ കൊണ്ട് വളരെ മനോഹരമായ ഒരു പന്തൽ അലങ്കരിച്ച് ഒരുക്കി. നിമിഷങ്ങൾ കഴിയുമ്പോൾ 60 രഥങ്ങളുടെ അകമ്പടിയോടുകൂടി സലോമൻ രാജാവ് വിരിച്ചൊരുക്കിയതായ പൂപ്പന്തലിന്റെ കീഴിൽ ഇരുന്നുകൊണ്ട് തന്റെ മനോഹരമായ മുന്തിരിത്തോട്ടത്തിന്റെയും പൂന്തോട്ടത്തിന്റെയും മനോഹരത കണ്ട് ആസ്വദിച്ച് ആനന്ദിച്ചിരിക്കുമ്പോൾ അങ്ങകലെയായി ആളുകൾ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇടച്ചി പെൺകുട്ടിയെ സലോമൻ രാജാവ് കാണുകയാണ്.
സമീപത്ത് നിൽക്കുന്നതായ രണ്ട് ചെറുപ്പക്കാരെ ഒന്നുകൂടെ അടുക്കലോട്ട് വിളിച്ച് ചോദിച്ച്, അത് അന്നകരെയായി ആടുകൾ വെച്ചുകൊണ്ട് ഒരു ഇളച്ചി പെൺകുട്ടി ഇരിക്കുന്നുണ്ടല്ലോ, അതാരാണ്? രണ്ടുപേരും ഏക സ്വരത്തിൽ പറഞ്ഞു, ഞങ്ങളുടെ പെങ്ങൾ, ഞങ്ങളുടെ സഹോദരി സൂര്യവിയ. എന്താ തിരുമേനി, എനിക്കൊരു പ്രത്യേക കാര്യം നിങ്ങളോട് പറയാനുണ്ട്. വിരോധമില്ലെങ്കിൽ നിങ്ങൾ ആ കാര്യം പ്രവർത്തിച്ചു തന്നാലും തിരുമേനി പറയൂ, ഞങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ തിരുമേനിയുടെ ആഗ്രഹം പ്രവർത്തിച്ചു തരാം. അത് മറ്റൊന്നുമല്ല, നിങ്ങളുടെ സഹോദരിയായ സൂര്യവിയെ ഞാൻ എന്റെ മഹാറാണിയാക്കുവാൻ ആഗ്രഹിക്കുക. ഇത് പറഞ്ഞു കേട്ട മാത്രമേ ആ രണ്ട് യുവഹൃദയങ്ങളിൽ എന്നുമില്ലാത്ത സന്തോഷം പകരുകയാണ്. മാതാപിതാക്കൾ മരിക്കുമ്പോൾ ഈ പെൺകുട്ടിയെ, ഈ സഹോദരിയെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. അവിടെ ഒരു കുടുംബസ്ഥയാകുക ഞങ്ങളുടെ അഭിലാഷമാണ്. ഈ രാജ്യത്തിലെ പ്രഗത്ഭനായ രാജാവിന്റെ റാണിയായി തീരുക എന്ന് പറയുമ്പോൾ ഇതുപോലെ മറ്റൊരു പദവി നമ്മുടെ പെങ്ങൾക്ക് ലഭിക്കാനില്ല. രാജാവായ ആ അഭിപ്രായത്തെ പ്രിയപ്പെട്ട ഈ രണ്ട് ചെറുപ്പക്കാരൻ സസന്തോഷം സ്വീകരിക്കുകയാണ്. സലോമോൻ രാജാവ് ഈ ഇളച്ചി പെണ്ണായ സൂര്യവിയെ തന്റെ മഹാറാണിയാക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ അന്ന് സലോമോൻ രാജാവിന് 1000 ഭാര്യമാരുണ്ട്. എങ്കിലും തന്റെ മഹാറാണി പദം മാത്രം ഇതുവരെയും ആർക്കും കൊടുത്തിട്ടില്ല. വാക്യത്തിലുള്ള 1 രാജാക്കന്മാരുടെ പുസ്തകം 11-ന്റെ 3-ാം വാക്യം വായിച്ചിട്ട്, 1 രാജ 11 3-ാം വാക്യം വായിച്ചിട്ട്, മലയാള ബൈബിൾ എഴുതിയിരിക്കുന്നു, അവന് 700 കുലീനപട്ടികളും 300 വെപ്പാട്ടികളും ഉണ്ടായിരുന്നു. മലയാള ബൈബിളിൽ. തമിഴ് ബൈബിൾ പഠിക്കുമ്പോൾ അവന് 700 മലയാട്ടികളും 300 മറുമലയാട്ടികളും ഉണ്ടായിരുന്നു. നിങ്ങൾ ചോദിച്ചേക്കാം, ഈ 1000 സ്ത്രീകൾക്കാണ് ഈ സൂര്യവിക്ക് എന്താണ് പ്രത്യേകത? ഉത്തമഗീതം 1:5 വായിക്കുമ്പോൾ അവൾ ഒരു കറുത്ത പെൺകുട്ടി എന്ന് കാണാം. എങ്കിലും അവള് ഒരു ജീവിത സൗന്ദര്യം സലോമോൻ രാജാവ് കണ്ടെത്തുവാനിടയായി. രണ്ട് ചെറുപ്പക്കാരൻ സൂര്യയുടെ അടുക്കൽ വളരെ വേഗത്തിൽ കടന്നു പോകുകയാണ്. ഈ സന്തോഷ വാർത്ത അറിയിക്കുമ്പോൾ അവൾ പരിസരം മറന്ന് തുള്ളിച്ചാടും എന്ന് ചിന്തിച്ചു സൂര്യവിയോട് വിവരങ്ങൾ എല്ലാം അറിയിച്ചു. പക്ഷെ അതിൽ നിന്ന് ലഭിച്ചതായ, തങ്ങളുടെ സഹോദരിയിൽ നിന്ന് ലഭിച്ചതായ മറുപടി, എനിക്ക് സലോമോനെ വേണ്ട വേണ്ട എന്നാൽ. സൂര്യവി, നീ ആലോചിച്ച് വേണം മറുപടി പറയുവാൻ. നീ ഇനി ആളുകളെ മേക്കേണ്ടി വരികയും നിന്റെ കീഴിയ വസ്ത്രങ്ങൾക്ക് പകരമായി രാജകീയമായ വസ്ത്രമാണ്. നീ ആടിന് അടിച്ചുവിടുന്നതായ ഓരോ മടിക്കും പകരം നിനക്ക് ചെങ്കോലാണ്. നീ ചിലപ്പോൾ ഇരിക്കുന്നത് പാറപ്പുറത്തോ മണ്ണിന്റെ പുറത്തായിരിക്കാം. എന്നാൽ ഈ അങ്ങനെയല്ല, രാജസിംഹാസനത്തിലാണ്. അതുകൊണ്ട് പെങ്ങളെ, ഈ വലിയ പദവിയെ നീ വലിച്ചു കളയരുത്. ഇല്ല, ഇക്കാര്യത്തിൽ എന്നെ ഒരിക്കലും നിരാശപ്പെടുത്തരുത്, പ്രയാസപ്പെടുത്തരുത്. ഞാൻ ഒരിക്കലും ആ വാക്ക് അനുസരിക്കുവാൻ സാധിക്കുകയില്ല. വളരെ ദുഃഖത്തോടെ രണ്ടുപേരും സലോമോന്റെ അടുക്കൽ വന്ന് ഈ വിവരം അറിയിക്കുക. രാജാവ് വിഷമിക്കേണ്ട, അവൾക്ക് മറ്റാരായിട്ടോ സ്നേഹം കണ്ടേക്കാം. അതിനെ അടർത്തിയെടുക്കുവാൻ നമുക്കൊരു പരീക്ഷണം നടത്താം. സമുദ്ര തീരത്തിൽ നിന്ന് ഏതാണ്ട് 8000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വനമാണ് ലെബാനോൻ വനം. ഈ വനത്തിൽ വേനൽക്കാലങ്ങളിൽ വിശ്രമിക്കാൻ വേണ്ടി എനിക്കൊരു കൊട്ടാരമുണ്ട്. സൂര്യവിയെ അവിടേക്ക് കൊണ്ടുചെല്ലു. അവൾ വരികയില്ല, എങ്ങനെയെങ്കിലും അവൾ അവിടെ കൊണ്ടെത്തിക്കും. അവൾ ഓടിപ്പോകാതിരിക്കാൻ ഞാൻ കാവൽക്കാരെ തരാം. അതോടൊപ്പം യെരൂശലേമിൽ നിന്ന് കുറച്ച് തോഴിമാരെ കൂടെ ഞാൻ അങ്ങോട്ട് അയക്കാം. ഈ തോഴിമാരെ എന്റെ ഗുണഗണങ്ങൾ വർണ്ണിക്കുമ്പോൾ സൂര്യയുടെ മനസ്സ് മാറി അവൾ നമ്മുടെ റാണിയായി തീരും. രാജാവ് പറഞ്ഞതുപോലെ ഈ ചെറുപ്പക്കാരെ സൂര്യവിയെ വളരെ നിർബന്ധിച്ച് ലെബാനോൻ കൊട്ടാരത്തിൽ കൊണ്ടുപോവുകയാണ്. അവൾ കൊട്ടാരത്തിൽ കയറിയില്ല. ചന്ദന തടികൾ നിർമ്മിച്ച കട്ടിൽ തൊട്ടില്ല. മഞ്ഞും മഴയും വെയിലും കൊണ്ടുകൊണ്ട് രാത്രിയും പകലും അവൾ കൊട്ടാരത്തിന്റെ പുറത്താണ്. യെരൂശലേം പുത്രിമായി വന്നു. ഏതാണ്ട് 30 ദിവസം വരെ സലോമോൻ രാജാവിനെ വർണ്ണിച്ച് പറഞ്ഞിട്ട് സൂര്യയുടെ മനസ്സിൽ ഒരു മാറ്റം ഉണ്ടാകുന്നില്ല. ചില ദിവസങ്ങളിൽ
ഗിലിയാദ് പർവ്വതത്തിന്റെ അടിവാരത്തിൽ നോക്കി ശൂലമി ഇങ്ങനെ പറയും, എന്റെ പ്രാണപ്രിയനെ, ആ ആളുകളെ മേയ്ക്കുന്ന സ്ഥലം എവിടെയാണ്? ആളുകളെ കൊണ്ട് കിടത്തുന്ന സ്ഥലം എവിടെയാണ്? ഇതാരാണ് എന്ന് ആർക്കും അറിയാൻ പാടില്ല. അതുകൊണ്ട് യെരൂശലേം പുത്രന്മാർ അപ്പോൾ ചോദിച്ചതാണ്, അല്ലയോ ശൂലമിയെ, ഞങ്ങളുടെ പ്രിയങ്കരനായ സലോമോൻ രാജാവിനെക്കാളും നീ പറയുന്ന പ്രിയന് എന്താണ് പ്രത്യേകത? അപ്പോൾ ശൂലമി കൊടുത്ത മറുപടിയാണ്, എന്റെ പ്രിയൻ വെണ്മയും ചുവപ്പുള്ളവനാണ്, അവൻ 10,000 പേരിൽ അതിശ്രേഷ്ഠനാണ്. 30 ദിവസങ്ങൾ സലോമോൻ രാജാവിനെ വർണ്ണിച്ചിട്ടും മനസ്സിന് മാറ്റമുണ്ടാകാത്തതുകൊണ്ട് യെരൂശലേം പുത്രന്മാരും മടങ്ങിപ്പോകുകയാണ്. ഈ വിവരം ശൂലമിയുടെ സഹോദരന്മാർ ചെന്ന് രാജാവിനെ അറിയിക്കുകയാണ്. രാജാവ് വീണ്ടും ഇവരെ സാന്ത്വനപ്പെടുത്തുക, വിഷമിക്കേണ്ട, ഒരു പരീക്ഷണം കൂടെ ഉണ്ട്, ഈ പരീക്ഷണത്തിൽ നമ്മൾ ജയിച്ചിരിക്കും. നിങ്ങളുടെ സഹോദരി കൊട്ടാരം വിട്ടു പോകാതെ നിങ്ങൾ കാത്തു നിൽക്കുക. രാജാവ് തന്റെ സുന്ദരന്മാരായ പട്ടാളക്കാരിൽ സുന്ദരന്മാരായ യോഗ്യന്മാരായ 10,000 കണക്ക് പട്ടാളക്കാരെ വരുത്തി അവർക്ക് പ്രത്യേകിച്ചുള്ള ട്രെയിനിങ് കൊടുത്ത് താമ്രത്താള ഉടുപ്പും താമ്രത്താള തൊപ്പി ധരിപ്പിച്ച് ലബാൻ കൊട്ടാരത്തിന്റെ ഫ്രണ്ടിൽ അവരെ വരിവരിയായി നിർത്തിയിരിക്കുമ്പോൾ അതിരാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയം ആ സൂര്യൻ കിരണം വന്ന് ഈ താമ്ര ഉടുപ്പിലും ഈ താമ്ര തൊപ്പിയിലും പതിക്കുമ്പോൾ അതിന്റെ പ്രകാശങ്ങളെ പ്രതിബിംബിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർണ്ണത്താൽ അലങ്കരിക്കപ്പെട്ടതായ ഒരു രഥത്തിൽ സലോമോൻ രാജാവ് അതാ എഴുന്നള്ളുക. ലബാനോൻ കൊട്ടാരത്തിന്റെ മുൻപിൽ വന്നുടൻ തന്നെ 10,000 കണക്ക് പട്ടാളത്തുകാർ സലോമോൻ രാജാവിനെ സല്യൂട്ട് കൊടുത്ത് സ്വീകരിക്കുക. ഇത്രയും പട്ടാളത്തുകാരുടെ ആരാധ്യ പുരുഷനാണ് സലോമോൻ രാജാവ് എന്ന് കണ്ടുകൊണ്ട് അങ്ങനെയെങ്കിൽ ശൂലമിയുടെ മനസ്സിനെ മാറ്റിയെടുക്കുക നടത്തിയ ആ പരീക്ഷണത്തിൽ രാജാവ് തോറ്റിരിക്കുക. ദുഃഖിതനായ രാജാവ് ശൂലമിയുടെ സഹോദരന്മാരെ അടുക്കൽ വിളിപ്പിച്ചിട്ട്, നിങ്ങളുടെ സഹോദരിയെ ഒന്ന് വിളിക്കൂ, അവരുടെ അഭിപ്രായം കൂടെ നമുക്ക് ഒന്ന് ചോദിക്കാം. ശൂലമി, ഇത്രയും പരീക്ഷണങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടും നിന്റെ മനസ്സിന് ഒരു മാറ്റം ഉണ്ടായില്ലല്ലോ. ശൂലമി സംസ്ഥാനമായി തന്നെ ജീവിതാനുഭവം പറഞ്ഞു, രാജാവേ, ഞാൻ സാം കുടുംബത്തിൽ ജനിച്ചവളാണ്. എന്റെ ജനനത്തോടുകൂടി എന്റെ അമ്മ മരിച്ചു. എന്റെ അമ്മയെ ഞാൻ കണ്ടിട്ടില്ല. എന്റെ പിതാവ് ഉപേക്ഷിച്ചതാണോ ഞങ്ങളെ, അതോ മരിച്ചതോ, അതും എനിക്ക് അറിയാൻ പാടില്ല. എന്റെ ഏക ആശ്രയം ഈ നിൽക്കുന്ന സഹോദരന്മാരാണ്. ഞങ്ങളുടെ ഏക സമ്പത്ത് കുറച്ച് ആളുകളാണ്. തിരുമേനി കൊട്ടാരത്തിന്റെയും ഈ പൂന്തോട്ടത്തിന്റെ മുന്തിരിത്തോട്ടത്തിന്റെയും കാവ് അവരെ ഏൽപ്പിക്കുന്നതുവരെയും ഞങ്ങളുടെ ആളുകളെ വളർത്തിയത് അവരായി. ഈ ജോലിക്ക് അവർ വന്നിൽ പിന്നെ ആ ജോലി ഞാൻ ഏറ്റെടുത്തു. ആളുകളെ വെച്ചുകൊണ്ട് ഒരു നാളിൽ വനാന്തരത്തിൽ ഉച്ചസമയമായപ്പോൾ അരിവിയിൽ നിന്ന് ആളുകൾക്ക് വെള്ളം കുടിക്കാൻ കൊടുത്തു. അതിന് സമീപമായി ഒരു നാരകമുണ്ട്. ആ നാരക ചുവട്ടിൽ ആ തണൽ ആളുകൾ കിടന്ന് ഉറങ്ങുമ്പോൾ അതിന് സമീപത്തായി ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി. പെട്ടെന്ന് ഒരു വലിയ ശബ്ദം കേട്ട് ഞാൻ ഞെട്ടി ഉണരുമ്പോൾ എന്റെ മുൻപിലായി പിളർക്കപ്പെട്ടതായ ഒരു ശൃംഗം കിടക്കുകയാണ്. ഞാൻ നോക്കുമ്പോൾ രക്തധാരിയായ ഒരു ഇടയനും അവിടെ നിൽക്കുകയാണ്. ഞാൻ ചോദിച്ച ഇടയ, ഇവിടെ എന്താണ് സംഭവിച്ചത്? ശൂലമി, നീ ഉറങ്ങുമ്പോൾ, നിന്റെ ആളുകൾ ഉറങ്ങുമ്പോൾ ഈ ശൃംഗം ഗിലിയാദ് പർവ്വതത്തിന്റെ അടിവാരത്തുനിന്ന് ഗർജിച്ചുകൊണ്ട് വരികയാണ്. നിന്നെ കൊല്ലുവാനും നിന്റെ ആളുകളെ പിടിക്കുവാൻ വേണ്ടിയ ഞാൻ മറുഭാഗത്ത് ആളുകളെ വെച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഉറക്കെ വിളിച്ചു, ശൂലമിയെ, ശൂലമിയെ ഒളിക്കൂ. പക്ഷെ നീ വിളി കേട്ടില്ല. നല്ല ഉറക്കത്തിലായി. ഞാൻ ചിന്തിച്ചു, പാവം, ആരുമാരുമില്ലാത്ത ഒരു അനാഥ പെൺകുട്ടിയാണ്. ഞാൻ മരിക്കേണ്ടി വന്നാലും വേണ്ടില്ല, ആരുമാരുമില്ലാത്ത ആ പെൺകുട്ടിയെ രക്ഷിക്കണം എന്ന ചിന്തയിൽ ശൃംഗത്തോടൊപ്പം ഞാൻ ഓടുകയാണ്. നിന്റെ മേൽ ചാടി വീണതായ ശൃംഗത്തെ ഞാൻ എതിർത്ത് അതും ന്യായമായിട്ട് ഒരു ഭയപ്പെടുത്തം നടത്തി അതിന്റെ ഉപദ്രവത്താൽ എന്റെ ദേഹത്തിൽ മുറിവേറ്റെങ്കിൽ നിന്നെ തൊടുവാൻ സമ്മതിക്കാതെ ഞാനതിനെ ഇതാ വലിച്ചിരിക്കുക. രാജാവേ, ആ ഇടയിലൂടെ അപ്പോൾ എനിക്ക് ഇങ്ങനെ പറയേണ്ടി വന്നുപോയി. ഈ വനാന്തരത്തിൽ ആരുമാരുമില്ലാതിരിക്കുമ്പോൾ
അങ്ങയുടെ ജീവനെ പണയം വെച്ചുകൊണ്ട് എന്റെ ജീവനെ രക്ഷിച്ചതുകൊണ്ട് ഞാൻ ഏതെങ്കിലും ഒരു കാലത്ത് ഒരു പുരുഷന്റെ ഭാര്യയായി തീരുമെങ്കിൽ അത് അങ്ങയുടെ ഭാര്യയായിരിക്കുമെന്ന് എന്റെ ജീവനെ രക്ഷിച്ചതായ ആ ഇടയന് ഞാനൊരു വാക്ക് കൊടുത്തു പോയി രാജാവ്. ഈ ലോകം മുഴുവൻ എനിക്ക് തരാമെന്ന് പറഞ്ഞാലും എനിക്കതൊന്നും മാറാൻ കഴിയയില്ല. സലമരാജാവ് പെട്ടെന്ന് ഈർപ്പെടുത്തുന്ന ചാടി എഴുന്നേറ്റ് സൂര്യയുടെ കൈപിടിച്ച് ക്ഷേത്രം കൊടുത്തു. നീ വിശ്വസ്തയാണ്. ആ ഇടയിൽ പോയി എവിടെയെന്ന് അറിയാവോ? ചിലപ്പോൾ ആളുകളുമായി വനാന്തരത്തിൽ കണ്ടേക്കാം. സൂര്യയുടെ രണ്ട് സഹോദരന്മാരെയും ചില പട്ടാളത്തുകാരെയും അയച്ച് ഈ ഇടയനെ കണ്ടെത്തി ജപ്പാനും കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് രാജകീയ ചടങ്ങ് ആ ഇടയിലും കൊണ്ട് തന്നെ ഇടച്ചു പെണ്ണായ സൂര്യനെ വിവാഹം കഴിപ്പിച്ചു. അതാണ് പുസ്തകത്തിലെ ഉത്തമ ഗീതത്തിന്റെ കഥാസാരം. ഇനി ഞാൻ അതിന്റെ ആത്മീയം പറയാൻ പോവുകയാണ്. ഇവിടെ കാണുന്ന സലോമോൻ ഈ ലോകത്തെ കാണിക്കുകയാണ്. ഈ സൂര്യനെ മനുഷ്യവർഗത്തെ കാണിക്കുകയാണ്. ഈ ഇടയൻ നമ്മുടെ പ്രിയങ്കരനായ യേശുവിനെ കാണിക്കുകയാണ്. നാരകം കാൽവരിയെ കാണിക്കുകയാണ്. ശൃംഗം പിശാചിനെ കാണിക്കുകയാണ്. 2000-ൽ പരം ആണ്ടുകൾക്ക് മുമ്പേ നാരകമാകുന്ന കാൽവരിയിൽ വെച്ച് ശൃംഗത്തിന് തുല്യനായ പിശാചിനെ തകർത്തിട്ട് തന്റെ സൂര്യനിൽ പെണ്ണായ മനുഷ്യവർഗത്തെ വീടുകളിക്കാൻ വേണ്ടി എൻഗേജ്മെന്റ് കൈവരിക്കുകയാണ്. ഈ നല്ലയിടയായ നമ്മുടെ കർത്താവ് തന്റെ ഇടച്ചിപ്പെട്ടായിരിക്കുന്ന മനുഷ്യവർഗത്തെ വെളികരിക്കുവാൻ താമസിയാതെ വാനവീരകൾ വെളിപ്പെടാൻ പോകുന്ന ദൈവത്തെ സ്തോത്രമാണ്. എന്റെ വിഷയത്തിന്റെ ആമുഖം മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഉത്തമഗീതം മണിക്കൂറുകൾ പറഞ്ഞാൽ തിരികെയില്ല. അതിലേക്ക് ഞാൻ പോകുന്നില്ല. നിങ്ങൾക്കത് മനസ്സിലാകുകയില്ല. ഈ രാത്രി നമ്മൾ പഠിക്കാൻ പോകുന്നത് സൂര്യനിലെ പ്രാർത്ഥനയിലായിരിക്കുന്ന നമ്മുടെ കർത്താവിനെ കുറിച്ച് നമ്മൾ തുടർന്ന് പഠിക്കാൻ പോവുകയാണ്. പ്രാർത്ഥനയോടെ വീണ്ടും നമുക്കായിരിക്കാം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 28-ാം വാക്യം വായിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 4:28-ാം വാക്യം. അവൻ പക്ഷേ ക്രിസ്തു ആയിരിക്കുമോ എന്ന് പറഞ്ഞു. യേശുനാഥന്റെ ഈ ലോകത്തിലെ പരസ്യ പ്രവർത്തനത്തിനിടയിൽ സമരിയിൽ സുഖ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഉറവയുടെ അടുക്കൽ യേശു തമ്പുരാൻ അവിടെ നിൽക്കുകയാണ്. ബൈബിൾ എഴുതിയിരിക്കുന്നു 6-ാം മണി നേരം എന്ന്. നമ്മുടെ കണക്കിൽ അത് 12-ാം മണിയാണ്. യഹൂദന്മാർക്ക് രാവിലെ 1 മണി ആകുമ്പോൾ നമുക്ക് 6 മണിയാണ്. അങ്ങനെ ആ 6-ാം മണി നമ്മുടെ 12-ാം മണി ഉച്ച സമയത്ത് യേശു ആ ഉറവയുടെ അടുക്കൽ ആയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? ഒരു ആത്മാവിനെ നേടിയെടുക്കാൻ വേണ്ടി. സാധാരണ സ്ത്രീകൾ യഹൂദ രാജ്യത്തിൽ സ്ത്രീകൾ ഒറ്റയ്ക്കൊരു ഉറവയുടെ അടുക്കൽ വെള്ളമെടുക്കാൻ പോകാറില്ല. നമ്മുടെ നാട്ടുപുറങ്ങൾ ഉള്ളതുപോലെ ഒരു വീടിന് ഒരു ഉറവ കാണുകയില്ല. അത് മാത്രമല്ല, വീട്ടിൽ നിന്ന് വളരെ അകലെയാണ് ഇവിടെ പലസ്തീനിൽ ഉറവ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് അപകടങ്ങൾ വരാതിരിക്കാൻ വേണ്ടി കൂട്ടം കൂട്ടമായിട്ടാണ് പെൺകുട്ടികൾ വെള്ളമെടുക്കാൻ പോകുന്നത്. അത് മാത്രമല്ല, രാവിലെ 9 മണി കഴിഞ്ഞാൽ പിന്നെ 4 മണിക്ക് അവർക്കൊരു ഉറവയുടെ അടുത്ത് വെള്ളമെടുക്കാൻ പോകാൻ പാടുള്ളൂ. കാരണം 9 മണി മുതൽ 4 മണി വരെ ഇടയന്മാർ ആളുകളുമായിട്ട് വനാന്തരത്തിലേക്ക് വരികയാണ്. ആളുകളെ വയ്ക്കുന്നതിനിടയിൽ ഈ ഉറവയുടെ അടുക്കൽ അവർക്ക് വെള്ളം കുടിക്കുവാനും പിന്നീട് ആളുകൾക്ക് വെള്ളം കൊടുക്കുവാനും ഈ ഉറവയുടെ അടുക്കൽ വരാറുണ്ട്. അതിനാൽ പലവിധമായ പ്രതിബന്ധങ്ങൾ വരാതിരിക്കുവാൻ വേണ്ടിയാണ് പലസ്തീനിലെ നിയമമാണ് സ്ത്രീകൾ 9 മണി കഴിഞ്ഞാൽ 4 മണിക്ക് ശേഷമേ ഉറവയുടെ അടുക്കൽ വെള്ളമെടുക്കാൻ വരാൻ പാടുള്ളൂ. എന്നാൽ യേശു തമ്പുരാൻ അറിയാം ഈ കണക്കെല്ലാം തെറ്റിച്ചുകൊണ്ട് നട്ടുച്ചയ്ക്ക് ഒരു സുന്ദരിയായ ഒരു യുവതി ഈ ഉറവയുടെ അടുക്കൽ വെള്ളമെടുക്കാൻ വരുമെന്ന് തമ്പുരാൻ അറിയാം. അതുകൊണ്ട് ഈ പെൺകുട്ടിയുടെ ആത്മാവിനെ നേടാൻ വേണ്ടി
യേശു പ്രതീക്ഷയോടെ ഈ ഉറവയുടെ അടുക്കൽ നിൽക്കുകയാണ്. കർത്താവ് പ്രതീക്ഷിച്ചതുപോലെ സമരിയക്കാരി ഒരു കുടുംബമായിട്ട് ഉറവയുടെ അടുക്കൽ എത്തുകയാണ്. ഈ പെൺകുട്ടി യേശുവിനെ 4 വിധത്തിൽ കാണുകയാണ്. കർത്താവ് ആദ്യമായിട്ട് ആ പെൺകുട്ടിയോട് ചോദിച്ച്, എനിക്ക് കുടിക്കാൻ വെള്ളം തരുമോ എന്ന് ചോദിച്ചു. യേശുവിനെ അവൾ ഒന്നാമത് ഒരു യഹൂദനായി കാണുകയാണ്. യേശുവാണെന്ന് അറിഞ്ഞുള്ള യഹൂദൻ എന്ന് തോന്നിയത് യേശുവിന്റെ സൗന്ദര്യം കണ്ടുകൊണ്ടാണ്. ഇന്ന് ലോകത്തുള്ള ജാതികളിൽ ഏറ്റവും വലിയ ജാതി യഹൂദ ജാതിയാണ്. സൗന്ദര്യത്തിലും പണത്തിലും ബുദ്ധിയിലും കൂടിയത് യഹൂദനാണ്. അവൻ ചോദിക്കുകയാണ്, നീ ഒരു ഉയർന്ന ജാതിക്കാരനായിരിക്കെ ഈ താഴജാതിക്കാരിയായ എന്നോട് എങ്ങനെ കുടിക്കാൻ ചോദിച്ചു? യേശു പറഞ്ഞു, നീ എന്നോട് ചോദിച്ചെങ്കിൽ നിനക്ക് ഒരിക്കലും ദാഹിക്കാത്ത ജീവജലം ഞാൻ തരുമെന്ന്. യജമാനെ, രണ്ടാമത് അവൻ വിളിക്കുന്ന യജമാനെ ഇല്ല, ആ ജീവജലം എനിക്ക് വേണം. യേശു പറഞ്ഞു, അതിന് ചില വ്യവസ്ഥയുണ്ട്, നീ പോയി നിന്റെ ഭർത്താവിനെ കൂടെ വിളിച്ചുകൊണ്ട് വരിക. അവൾ പറഞ്ഞില്ല, ഞാൻ വിവാഹിതയല്ല. ശരിയാണ്, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ട്, ഇപ്പോഴുള്ളവരും നിന്റെ ഭർത്താവല്ല. അവിടെ കണ്ണു തോന്നുന്നു, ഇവൻ പ്രവാചകനായിരിക്കാം. സാധാരണ മനുഷ്യൻ ഈ രഹസ്യം മനസ്സിലാകുകയില്ല. അതുകൊണ്ട് അവൾ വിഷയം മാറ്റാൻ തുടങ്ങി. ഞങ്ങളുടെ പിതാക്കന്മാർ ആ മലയിൽ ആരാധിക്കും, യെരൂശലേമിലും ആരാധിക്കും. യേശു പറഞ്ഞു, ആ മലയിലും യെരൂശലേമിലും അല്ല, സത്യ നമസ്കാരികൾ സത്യത്തിലും ആത്മാവിലും നമസ്കരിക്കുന്ന സമയം വരികയാണ്. 4ാമത് അവൾ മസ്ജിദായി കണ്ടു. മസ്ജിദ വരുമ്പോൾ ഇത് വെളിപ്പെടുത്തുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് മസ്ജിദ. അവൾ കൊണ്ടുവന്നതായ കുടത്തെ അവിടെ ഇട്ടിട്ട് പട്ടണത്തിൽ ചെന്ന് തന്റെ പ്രിയപ്പെട്ടവരോട് അറിയിക്കുകയാണ്, എന്റെ അനേക രഹസ്യ പാപങ്ങളെ വെളിപ്പെടുത്തിയതായ ഒരുവനെ വന്ന് കാട്ടി. അവൻ ജീസസ് ക്രൈസ്റ്റ്. അവൻ സൂര്യയുടെ പ്രാണപ്രിയനായ നമ്മുടെ കർത്താവ് മനുഷ്യന്റെ പാപങ്ങൾ വെളിപ്പെടുത്തുന്നവനത്രേ. ഈ കണിക്ഷ യോഗത്തിന്റെ ഈ സമാപന രാത്രിയിൽ നമ്മുടെ ഏതെങ്കിലും പാപങ്ങൾ, നമ്മുടെ ഏതെങ്കിലും കുറവുകൾ തമ്പുരാൻ വെളിപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് സലാം പറയാൻ കഴിയുമെങ്കിൽ നമ്മൾ ധന്യരായി മാറും. എന്റെ സാക്ഷി ദിവസങ്ങൾ ഞാൻ അല്പമായി പറഞ്ഞു, എല്ലാം പറയാൻ സമയമില്ല. ഞാൻ തിയേറ്ററിൽ വെച്ച് രക്ഷയുടെ അനുഭവത്തിൽ വന്നു. പിറ്റേ ദിവസം ഞാനും എന്റെ 2 ജ്യേഷ്ഠന്മാരും കൂടെ നെടുമങ്ങാടിനടുത്ത് ഇതുപോലെ ഒരു കൺവെൻഷൻ യോഗത്തിൽ പങ്കെടുക്കുക. ഏറ്റവും മുൻപിൽ ഞങ്ങൾ 3 പേരും പരിപരിയായി ഇരിക്കുക. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചതായ പ്രസംഗത്തിന്റെ ഇടയിൽ ഞങ്ങളുടെ 2 ജ്യേഷ്ഠന്മാരുടെ ഇടയിൽ ഞാൻ ഇരിക്കുക. എന്റെ നേരെ തിരികെ ചൂണ്ടി തലേ രാത്രിയിൽ തിയേറ്ററിൽ വെച്ച് ഞങ്ങൾ ചെയ്ത എല്ലാ തെറ്റുകളും അദ്ദേഹം വിളിച്ച് പ്രസംഗിക്കുക. ഞാൻ ജ്യേഷ്ഠന്മാരുടെ മുഖത്തോട്ട് നോക്കി, ദൈവത്തിനും എന്റെ ജ്യേഷ്ഠന്മാർക്കും അല്ലാതെ ഈ വിവരം ആർക്കും അറിയാൻ പാടില്ല. പക്ഷേ ഈ പ്രസംഗികൻ ഇതെങ്ങനെ മനസ്സിലായി? പിന്നീട് മനസ്സിലായി, ഇത് പരിശുദ്ധാത്മാവാണ് വെളിപ്പെടുത്തിയത്. പിന്നെ ഞാൻ നേരം കൊടുക്കുമ്പോൾ അതിനുള്ളിൽ ദൈവത്തോട് മാപ്പ് ചോദിക്കുവാനായി. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ സൂര്യയുടെ പ്രാണപ്രിയനായിരിക്കുന്ന ലോക ചരിത്രത്തെ BC എന്നും AD എന്നും 2ആയി വലിച്ചീറിക്കൊണ്ട് അനുനിമിഷം കൊണ്ട് മനുഷ്യ മനസ്സുകളെ മാറ്റിയെടുക്കുന്ന നമ്മുടെ ആരാധപുരുഷനായ നമ്മുടെ കർത്താവ് ഈ രാത്രിയിൽ നമ്മുടെ ഏതെങ്കിലും പാപങ്ങൾ, കുറവുകൾ വെളിപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിനോട് സലാം പറഞ്ഞ് നമ്മുടെ ദേഹം ദേഹി ആത്മാവ് സമ്പൂർണമായി കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന ഒരു രാത്രിയായി മാറുമെങ്കിൽ നമ്മൾ ധന്യരായി മാറും. തീർച്ചയായും സമയം ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ 2ാം ഭാഗത്തേക്ക് കടന്നു വരികയാണ്. സ്തോത്രം. നാം ഒന്ന് പാഠമായി വായിച്ച റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 34-ാം വാക്യം വായിച്ചത്. റോമർ 8:34 വാക്യം. അതെ, ക്രിസ്തു യേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. നമുക്ക് ചേർന്ന് പാടാം. നമ്മുടെ ആത്മീയ ആരാധനയിൽ പങ്കെടുക്കുകയാണ്. നമ്മുടെ കൈകളെല്ലാം അടിച്ച് ഒരു ഉണർവോടെ ഉദാഹരണോടെ നമുക്ക് ഒരു പാട്ടിന്റെ
ഇത് രണ്ട് ചരണം മാത്രം നമുക്ക് ചേർന്ന് പാടാം. അനുഗ്രഹത്തിൻ അധിപതിയേ ആനന്ദ കൃപ പെരും നദിയേ ആമേൻ. അനുഗ്രഹത്തിൻ അധിപതിയേ ആനന്ദ കൃപ പെരും നദിയേ അനുദിനമേ പദം കേരിയേ അനുദിനമേ പദം കേരിയേ അടിയാനേ കൃപമതിയേ അടിയാനേ കൃപമതിയേ മാറിനമാനി പാഴണേ കാത്തിടും ഞാൻ നിൻകടലേ മരണത്തിലോ വരുമളവിൽ മരണത്തിലോ വരുമളവിൽ മറഞ്ഞിടും ഞാൻ നിന്മാറിടത്തിൽ മറഞ്ഞിടും ഞാൻ നിന്മാറിടത്തിൽ അനുഗ്രഹത്തിൽ അധിപതിയേ ആനന്ദ കൃപ പെരും നദിയേ അധിപതിയേ ആനന്ദ കൃപ പെരും നദിയേ. ദൈവത്തെ സ്തുതിക്കാം. സൂര്യയുടെ പ്രാണപ്രിയനായ നമ്മുടെ കർത്താവ് മനുഷ്യന്റെ പാപത്തെ വെളിപ്പെടുത്തുക മാത്രമല്ല, ഈ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി നമുക്ക് വേണ്ടി കാൽവരിയിൽ ബലിയായവനാണ് നമ്മുടെ കർത്താവ്. യേശുക്രിസ്തുവിന്റെ കാൽവരി മരണത്തെ കുറിച്ച്, ക്രൂശിനെ കുറിച്ച് മണിക്കൂറുകൾ വിവരിച്ചാലേ തീരുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ അത് സവിസ്താരമായി പറയുവാൻ ആഗ്രഹിക്കാതെ അതിലെ ചില കമ്പിമാലികൾ മാത്രം ഞാൻ പറയട്ടെ. നമ്മുടെ കർത്താവായ യേശുനാഥൻ 2000-ൽ പരം ആണ്ടുകൾക്ക് മുമ്പ് ഗോൽഗോഥ മലയുടെ മുകളിൽ 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണിയിൽ ക്രൂശിതനായി. യേശുവിന്റെ ക്രൂശ് മരണം കൊണ്ട് മനുഷ്യ ജീവിതത്തിൽ എന്ത് രക്ഷയുണ്ടായി, നേട്ടമുണ്ടായി എന്ന് ചോദിച്ചാൽ അകലോക പൗരോഹിത്യം എന്നേക്കും അതോടെ അവസാനിച്ചു. കർമ്മമാർഗങ്ങൾ അവസാനിച്ചു. യാഗങ്ങൾ എന്നേക്കും അവസാനിച്ചു. മുൻകാലങ്ങളിൽ ഒരു മനുഷ്യൻ പാപം ചെയ്ത ആ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കാളക്കിടാവിനെയും ഒരു കുറുമ്പ്രാവിനെയും ഒരു ആട്ടിൻകൊറ്റനെയോ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം. പുരോഹിതൻ ഈ മിണ്ടാപ്രാണുടെ ഒരു കൈയിലേക്കും ഈ പാപം ചെയ്ത, ഈ തെറ്റ് ചെയ്ത ഈ മനുഷ്യന്റെ ശിരസിലും ഒരു കൈയിലേക്കും ഈ മനുഷ്യൻ ചെയ്ത എല്ലാ തെറ്റുകളും ഈ മിണ്ടാപ്രാണുടെ ഈ നിരപരാധികളുടെ ആക്കി അതിനെ ബലികഴിക്കുമ്പോൾ ഈ മനുഷ്യൻ ചെയ്ത പാപത്തിന് പരിഹാരം ഉണ്ടായെന്നും പഴയ നിയമസഭ വിശ്വസിച്ചിരുന്നു. ഒരു മനുഷ്യന്റെ ആയുസ് 1000-ഓ 10,000-ഓ തെറ്റുകൾ ചെയ്തെങ്കിൽ അതിനു വേണ്ടി നിരപരാധികളായ ജീവജാലങ്ങൾ മരിക്കേണ്ടി വന്നു, യാഗമായി തീരേണ്ടി വന്നു. ഇത് ദൈവത്തിന് സഹിക്കാൻ കഴിയാതെ ദൈവം മനുഷ്യനായി ഈ ലോകത്തിൽ അവതാരം ചെയ്തു. അതാണ് യോഗൻ ഞാൻ പറയുന്നത്. അതാ വരുന്നു ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യേശുവിന്റെ കാൽവരി മരണത്താൽ യാഗങ്ങൾ അവസാനിച്ചു. പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഇനി ഒരു യാഗത്തിന്റെ ആവശ്യമില്ല. എങ്കിലും പുതിയ നിയമ സഭ ആചരിക്കേണ്ട, അനുഷ്ഠിക്കേണ്ട ചില യാഗങ്ങളുണ്ട്. എന്താണ്? എബ്രായർക്കുള്ള ലേഖനം 13-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം വായിക്കുമ്പോൾ അധരഫലമാകുന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുക. എബ്രായർ 13:16 നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. അത് തന്നെ ഒരു പുസ്തക വിഷയമാണ്. ഞാൻ വിവരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. പണച്ചെലവില്ലാതെ ഒരു ദൈവവൈദ്യൻ അനുഗ്രഹിക്കാൻ ചെയ്യേണ്ടതായ ഒരു യാഗം പുതിയ നിയമത്തിൽ കാണുന്നു. അവിടെ ഒരു ജീവനുള്ളതിനെയും ബലിയർപ്പിക്കേണ്ട കാര്യമില്ല. നമ്മെ ഒരു ജീവബലിയായി പകരം കർത്താവിന് വേണ്ടി കൊടുക്കാം.
കഴിഞ്ഞ രാത്രി നമ്മൾ പഠിച്ചല്ലോ റോമർ 12:1-2. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിലോർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയാൽ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുകയും ആമേൻ. യേശുവിന്റെ കാൽവരി മരണത്താൽ യാഗങ്ങൾ എന്നേക്കും അവസാനിച്ചിരിക്കുകയാണ്. യെരൂശലേം ദൈവാലയത്തിലെ തിരശീല മുതൽ തൊട്ട് അടിയോളം രണ്ടായി കീറിമാറി. ആമേൻ. മനുഷ്യരും ദൈവമായിട്ടുള്ള അകൽച്ചയുടെ വേർപാടിന്റെ നടുച്ചുവരാണ് അവിടെ ഇടിഞ്ഞത്. ആമേൻ. അതുവരെ മനുഷ്യന്റെ ആവശ്യങ്ങൾ പ്രവാചകന്മാരാണ് ദൈവത്തോട് പറയുന്നത്. ദൈവം മനുഷ്യനോട് പറയുന്നത് ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ചില പ്രവാചകന്മാരോടായ ചില റെക്കമെൻഡുകൾ ആവശ്യമായി. ഇപ്പോൾ യേശുവിന്റെ കാൽവരി മരണത്താൽ യെരൂശലേം ദൈവാലയത്തിൽ നമുക്കറിയാം, പ്രാകാരം വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം. അതിപരിശുദ്ധ സ്ഥലത്ത് ആണ്ടിൽ ഒരു ദിവസം 2 പ്രാവശ്യമാണ് മഹാപുരോഹിതൻ കടന്നു പോകുന്നത്. ആണ്ടിൽ ഒരു ദിവസം 2 പ്രാവശ്യം പോകുന്നത്, ഒന്ന് തന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി യാഗം അർപ്പിക്കുവാൻ, രണ്ടാമതായി ജനത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി. അങ്ങനെയാണ് ആണ്ടിൽ ഒരു ദിവസം 2 പ്രാവശ്യം മഹാപുരോഹിതൻ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു പോകുന്നത്. താൻ അവിടെ യാഗം അർപ്പിക്കുമ്പോൾ, ദൈവത്തിന്റെ ചെക്കനെ ഇറങ്ങുമ്പോൾ മറ്റു ജനങ്ങൾക്ക് കാണാൻ പാടില്ല. അതുകൊണ്ടാണ് അവിടെ വലിയ മനോഹരമായ ഒരു തിരശ്ശീലയിട്ടിരുന്നതാണ്. ഇത് ദൈവവും മനുഷ്യരുമായിട്ടുള്ള അകൽച്ചയെ, വേർപാടിനെ കാണിക്കുകയാണ്. യേശുവിന്റെ കാൽവരി മരണത്താൽ വേദപുസ്തകം പറയുന്നത്, സ്തോത്രം, യെരൂശലേം ദൈവാലയത്തിലെ തിരശ്ശീല മുതൽ തൊട്ട് അടിയോളം രണ്ടായി കീറിമാറി. അടിയിൽ താഴെ കീറിയെങ്കിൽ മനുഷ്യർക്കിടയിൽ എന്ന് പറയാം, ഇത് മുതൽ തൊട്ട് അടിയോളം കീറിമാറി. ആമേൻ. യേശുവിന്റെ കാൽവരി മരണത്താൽ ഉണ്ടായ നേട്ടങ്ങളെ കുറിച്ച് ഞാൻ പറയുകയാണ്. പാപത്തിന് എന്നേക്കുമായി വിമോചനം പ്രഖ്യാപിക്കപ്പെട്ടു. ആമേൻ. സാത്താന്റെ തല തകർക്കപ്പെട്ടു. യേശുവിന്റെ കാൽവരി മരണത്താൽ ആയിരം കാര്യങ്ങൾ പറയുവാൻ കഴിയും. അതിന് സമയം പരിമിതമായതുകൊണ്ട് ഞാൻ വിവരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സൂര്യയുടെ പ്രാണപ്രിയനായ നമ്മുടെ കർത്താവ് നമ്മുടെ പാപങ്ങൾ വെളിപ്പെടുത്തുക മാത്രമല്ല, നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി 2000-ൽ പരം ആണ്ടുകൾക്ക് മുമ്പേ നമുക്ക് വേണ്ടി കാൽവരിയിൽ ബലിയായിരിക്കുക. ഈ ബലിമരണത്തിൽ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് തമ്പുരാന്റെ അടുക്കലേക്ക് ഈ രാത്രിയിൽ കടന്നു വരാം. നമുക്ക് 3-ാം ഭാഗത്തേക്ക് പോകാം. ആ വായിച്ചതായ അതേ വാക്യം റോമർ 8:34 വാക്യം വീണ്ടും വായിച്ചേ. ക്രിസ്തു യേശു മരിച്ചവനെങ്കിൽ ഉയർത്തെഴുന്നേറ്റവനത്രേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുനാഥൻ വെള്ളിയാഴ്ചയാണ് ക്രൂശിക്കപ്പെടുന്നത്. തന്നോടുകൂടി ഞാൻ പറഞ്ഞതുപോലെ 2 കള്ളന്മാരെ കൂടെ ക്രൂശിച്ചു. പിറ്റേ ദിവസം സഭയായതുകൊണ്ട് ഒരു ശരീരങ്ങൾ ക്രൂശിൽ തൂങ്ങിക്കിടക്കാൻ പാടില്ല. അതുകൊണ്ട് ഇവർ 3 പേരും മരിച്ചില്ലെങ്കിൽ കൊല്ലുവാൻ വേണ്ടി പടയാളികൾ അതിന് എഴുതപ്പെട്ട ഉപകരണങ്ങളുമായിട്ട് ഈ ഗോൽഗോഥ മലയുടെ മുകളിൽ വരുമ്പോൾ അവർക്ക് കാണുവാനിടയായത് യേശു തമ്പുരാൻ മരിച്ചിരിക്കുകയാണ്. 2 കള്ളന്മാരും മരിച്ചിട്ടില്ല. മറ്റുള്ളവരുടെ വേദനകൾ സഹിക്കാൻ കഴിയാതെ അവരുടെ വേദന അവർ മരിക്കുന്നതിനുമുമ്പേ യേശുനാഥൻ മരിച്ചിരിക്കുകയാണ്. സംശയം തോന്നിയ പടയാളി തന്റെ കയ്യിൽ നിന്ന് കുന്തമെടുത്ത് യേശുവിന്റെ വിലാപം കുത്തുമ്പോൾ രക്തവും വെള്ളവും പുറപ്പെടുകയാണ്. അവസാനമായി ഹൃദയത്തിന്റെ ഭാഗത്തു നിന്ന് വെള്ളം കൂടെ പുറപ്പെട്ടതിനാൽ ഈ ശരീരത്തിൽ ഈ ഒരു തുള്ളി രക്തം പോലും ഇല്ല എന്ന് മനസ്സിലായി. എന്നാൽ 2 കള്ളന്മാരെയും അങ്ങനെയല്ല, അവിടെ അസ്ഥികൾ വലിച്ചൊടിച്ചാണ് കൊന്നത്. ബൈബിളിന്റെയും ഞാൻ ആദ്യ രാത്രിയിൽ പറഞ്ഞതുപോലെ ഋഗ്വേദത്തിൽ, ഹൈന്ദവ പുരാണമായ ഋഗ്വേദത്തിൽ പറഞ്ഞിരിക്കുന്ന പതിയായ ദൈവം പ്രജയായി അവതാരം ചെയ്യണം. ആ പ്രജാപതിയുടെ അസ്ഥി
ഒടിയാൻ പാടില്ല എന്ന് പറഞ്ഞതുപോലെ യേശുവിന്റെ അസ്ഥിയെ ഒടിക്കേണ്ടി വന്നിട്ടില്ല. രണ്ട് കള്ളന്മാരെ അസ്ഥികൾ വലിച്ചൊടിച്ച് അവരെ വേദിയോടെ ഭരിക്കുവാൻ അവർക്കിടയായി. നിമിഷങ്ങൾക്കുള്ളിൽ രണ്ട് രഹസ്യ ശിഷ്യന്മാരുടെ രംഗപ്രവേശനം ചെയ്യുക. കർത്താവിന്റെ പരിശുദ്ധ ശിഷ്യന്മാരെല്ലാം യഹൂദന്മാരെ പേടിച്ചൊളിച്ചോടുമ്പോൾ തമ്പുരാൻ ആരുമില്ലാതിരിക്കുക രണ്ട് കരുത്തന്മാരുടെ രംഗപ്രവേശനം ചെയ്യുക. പണ്ഡിതനായ നിക്കോദോസും മന്ത്രിയായ ജോസഫുമാർ, ഈ രണ്ടുപേരും കർത്താവിന്റെ രഹസ്യ ശിഷ്യന്മാരാണ്. ഈ രണ്ടുപേരും കൂടെ പീലാത്തോസിന്റെ അടുക്കൽ പോയി, അല്ലയോ മഹാപുരോഹിതനെ, അല്ലയോ ജഡ്ജിയെ, അങ്ങ് നീതിയായി ക്രൂശിച്ചിരിക്കുന്ന നസ്രയനായ യേശു ആരാണെന്നറിയാമോ? റോമ പൗരത്വമുള്ള ഒരു തനിയഹൂദനാണ്. ഇത് കേട്ടപ്പോൾ പീലാത്തോസ് ചിലപ്പോൾ ആരിനെ പോലെ പറച്ചിരിക്കാം. ഇനി എന്ത് ചെയ്യാൻ കഴിയും? ഇനി എന്ത് ചെയ്യാൻ കഴിയും? അദ്ദേഹം മരിച്ചില്ലേ? ആ ശരീരമെങ്കിലും വിട്ടുതരൂ. യഹൂദ മര്യാദ അനുസരിച്ച് ആ മനുഷ്യന്റെ ശരീരം അടക്കം ചെയ്യട്ടെ. പീലാത്തോസ് വിട്ടുകൊടുത്ത് ഈ രണ്ടുപേരും കൂടെ യേശുവിന്റെ ശരീരം ക്രൂശിൽ ഇറക്കി 100 അകിൽ തുടങ്ങിയ സുഗന്ധ ദ്രവ്യങ്ങൾ പുരട്ടി ഒരു യഹൂദ ശരീരം അടക്കം ചെയ്യേണ്ട ഒരു അതേ രീതിയിൽ തന്നെ ഈ ശരീരം കവർ ചെയ്ത് ഈ മന്ത്രിയുടെ കുടുംബത്തിന് വേണ്ടി വെട്ടിയ ഒരു പുതിയ കല്ലറയിൽ യേശുവിന്റെ ശരീരം വെച്ചു. ആമേൻ. നമ്മുടെ രാജ്യത്തുള്ള മണ്ടറയും പലസ്തീനിൽ ഉള്ളതാണ് ഒറിജിനൽ കല്ലറ. കല്ലറ പറയുമ്പോൾ വലിയ വലിയ പാറകൾ വെടിവെച്ച് തുരന്നെടുക്കുന്നതാണ്. സെന്ററിൽ ഒരു പിടി പോലെ ആയിരിക്കും, രണ്ട് സൈഡിലും അലമാരകൾ പോലെയാണ്. ഓരോ തട്ടിലും ഓരോ ശരീരങ്ങൾ വെക്കാൻ കഴിയും. ഒരു കുടുംബത്തിന് ഒരു കല്ലറയാണ്. ഇവിടെ മന്ത്രിയുടെ കുടുംബത്തിന് വേണ്ടി വെട്ടിയ ഒരു പുതിയ കല്ലറ. അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, യേശുവിന്റെ ജീവിതങ്ങൾ എല്ലാ അനുഭവമില്ല, പുതുമയാണ്. തന്റെ പേരിലെ കന്യകയും കൂടിയാണ്. താൻ സഞ്ചരിച്ചത് ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത്, ആരും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത്. ഇപ്പോൾ യേശുവിന്റെ ശരീരം വെക്കുന്നത് ഇതുവരെയും ആരുടെയും ശരീരം വെച്ചിട്ടില്ലാത്ത ഒരു കല്ലറയിൽ. ആമേൻ. യേശുവിന്റെ ശരീരം വെച്ചു ഒരു വലിയ കല്ല് കൊണ്ട് മൂടി അവരെ കടന്നുപോകിയ നിമിഷങ്ങളിൽ നീങ്ങിക്കൊണ്ടിരിക്കുക. ഏതാണ്ട് രാത്രിയായപ്പോൾ സൈന്യസഭ പീലാത്തോസിന്റെ അടുക്കൽ ചെല്ലുക. അല്ലയോ മഹാപുരോഹിതനെ, നമ്മൾ ചുമ്മാ നോക്കിയിരുന്നാൽ പറ്റുകയില്ലയോ? നമ്മുടെ അധികാരത്തിന്റെ മുദ്ര കല്ലിന്റെ പുറത്ത് പതിപ്പിച്ചിരിക്കുക. ശരിയായിക്കോട്ടെ, റോമന്റെ അധികാരത്തിന്റെ മുദ്ര ഈ കല്ലിന്റെ പുറത്ത് വെച്ചിരിക്കുക. വീണ്ടും മണിക്കൂറുകൾ കഴിയുക, സന്നിധിസഭയ്ക്ക് ഉറക്കം വരുന്നില്ല. അവർ വീണ്ടും പീലാത്തോസിന്റെ അടുക്കൽ പോയി, ഈ യേശു ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. അങ്ങനെ ഒന്നും സംഭവിക്കുകയില്ല. എങ്കിലും തന്റെ ശിഷ്യന്മാർ വന്ന് അവന്റെ പ്രേതം എടുത്തുകൊണ്ട് പോയാലോ? ഞാനത് എന്ത് ചെയ്യട്ടെ? പട്ടാളം കാവിടുക. ഇപ്പോൾ പട്ടാളത്തുകാർ യേശുവിന്റെ കർമ്മമാനുമായി കാവിടക്കുകയാണ്. സ്നേഹിതരെ, സാധാരണ മനുഷ്യന്റെ ശരീരം കാക്കുവാൻ പട്ടാളം കാവൽ കിടക്കുകയില്ല. ഇദ്ദേഹമായ രാജാവും ദൈവാദി ദൈവവും കർത്താവി കർത്താവുമായതുകൊണ്ട് പട്ടാളം ഇങ്ങനെ കാവൽ കിടക്കുകയാണ്. എന്നാൽ യേശുവിന്റെ ശരീരം മാത്രമേ കല്ലറയ്ക്കകത്തുള്ളൂ. ഒരു കള്ളനോടുകൂടെ യേശു ക്രൂശിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞു, അവൻ ഒറ്റ ഓട്ടവും ഒറ്റ വിളിയുമാണ്. ഒരു കള്ളൻ യേശുവിനെ ഏതോ നടുവിലും പരിഹസിക്കുമ്പോൾ മറ്റേ കള്ളൻ പറഞ്ഞ്, നീ അത് പറയരുത്, നമ്മൾ 3 പേരും ഒരുപോലെ ശിക്ഷ അനുഭവിക്കുക, നമ്മൾ 3 പേരും ഒരുപോലെ വേദനപ്പെട്ടുകൊണ്ടിരിക്കുക. പക്ഷേ നമ്മൾ 2 പേരും തെറ്റുകാരാണ്. ഇദ്ദേഹം അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. ഇത് പറഞ്ഞിട്ട് യേശുവിന്റെ മുഖത്തേക്ക് ആ കള്ളൻ നോക്കി ഇങ്ങനെ പറഞ്ഞു, യേശുവേ, അങ്ങ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ. ഉടൻ തന്നെ യേശു അവരെ സ്വർഗം പരദീസ വാഗ്ദാനം ചെയ്യുക. ഇന്നു നീ എന്നോടുകൂടെ പരദീസയിലിരിക്കും. ആമേൻ.
അങ്ങനെ യേശു ഈ കള്ളന്റെ ആത്മാവിനെ കൊണ്ട് പരീക്ഷയിൽ ഇരുത്തിയിട്ട് ഇപ്പോൾ യേശു ആത്മാവിൽ പ്രസംഗിക്കാൻ പോയിരിക്കുകയാണ്. 1 പത്രോസ് 3:19 വാക്യം വായിച്ചിട്ട് 1 പത്രോസ് 3:19 വാക്യം വായിക്കാം. അതെ, നോഹയുടെ കാലത്ത് അനുസരണം കെട്ടവരായി തടവിൽ കിടന്ന ആത്മാക്കളോട് യേശു പ്രസംഗിക്കാൻ പോയെന്ന് പത്രോസ് എടുത്തു പറയുക. അവിടെ ചെന്ന് അവരെ പ്രസംഗിച്ച് ഈ ആത്മാക്കളെ നേടിയിട്ട് ഞായറാഴ്ച അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ യേശു കല്ലറത്തോട്ടത്തിലേക്ക് വരികയാണ്. സ്തോത്രം. ഇപ്പോൾ പട്ടാളം ഇങ്ങനെ കാവലിടക്കുകയാണ്, കൂരിട്ടിങ്ങനെ തളങ്ങിട്ട് നിൽക്കുകയാണ്. യേശു സ്വാമി തന്റെ ആത്മാവ് ഈ മുദ്രയടങ്ങിയതായ ഈ കല്ലിന്റെ മേൽ തൊട്ടപ്പോൾ ഇരുളിന്റെ കോട്ടകൾ ഇടിഞ്ഞുവല്ലോ, ഇരുളിന്റെ ചൂട്ടുകൾ തകർന്നുവല്ലോ, കല്ലറയും പൊട്ടിത്തുറന്നുവല്ലോ. ഹല്ലേലൂയ, യേശു ഉയർത്തുവല്ലോ. സ്തോത്രം. ദൈവത്തിന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാര ശക്തിയാൽ യേശുവിൻ ആത്മാവ് ഈ മുദ്രയിൽ തൊട്ടപ്പോൾ ഒരു ഭൂകമ്പമുണ്ടായി, കല്ല് മാറി. യേശുവിന്റെ ആത്മാവ് കല്ലറക്കകത്തിറങ്ങി തന്റെ ശരീരത്തോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ മറ്റൊരു കവിതയിൽ ഇങ്ങനെ വർണ്ണിച്ചിരിക്കുകയാണ്. നമുക്ക് ചേർന്ന് പാടാം. യേശു ക്രിസ്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു, ഇഹലോകത്തിൽ താനെ വേഗം വരും രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ജീവിക്കും നായകനായി ഞാനും എന്നേക്കും ജീവിക്കയാ. തന്നെ പിരി